ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെയും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഗോവർദ്ധനും അലീനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറയാണ്, അച്ഛനോട് ഈ വക കാര്യങ്ങളൊന്നും ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അച്ഛനോട് ഒരു പ്രതീക്ഷയുടെ രീതിയിൽ മാത്രമേ സംസാരിക്കാവുള്ളൂ. എങ്ങനെയെങ്കിലും രോഹിത് പുറത്തിറങ്ങും, ജാമ്യം കിട്ടും എന്നൊക്കെ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പം, മോളെ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാം, പക്ഷേ നീ ഒന്ന് ഓർക്കണം, നാളത്തെ പത്രം വായിക്കുമ്പം എല്ലാം തീരും. പത്രത്തിൽ വരാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഫ്രണ്ടില് 4 പേരുടെയും പടം 1-ാം പേജിൽ തന്നെ അടിച്ചു വരും. പീഡനം നടന്ന വീടിന്റെ പടം, പീഡിപ്പിച്ച മുറി, കൊടുത്ത മയക്കുമരുന്ന്, അത് കലക്കിയ ബോട്ടില്, പെൺകൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോയ കാറ്, തിരിച്ചു കൊണ്ടുവന്ന കാറ്, സകലതും പത്രത്തിൽ വരും. നമ്മള് കുറെ പീഡന കേസുകൾ പത്രത്തിൽ കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ സംഭവിക്കാൻ പോകുന്നത്. അയ്യോ, എനിക്ക് ആകെ മൊത്തത്തിൽ പേടിയാവൂ അങ്കിളെ. വേണ്ട മോളെ, പേടിക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നിന്നെയാ ബാലേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നത്. വേറെ ആരും ഇല്ല എന്ന് നീ ഓർക്കണം. അത് പിന്നെ അങ്കിള് ഹോസ്പിറ്റലിലേക്ക് പൊക്കോ, അച്ഛൻ്റെ അടുത്ത് നിന്നാ മതി, അച്ഛൻ്റെ അടുത്ത് നിന്ന് മാറണ്ട. എന്നാ ശരി, എന്നാലേ അങ്കിള് പോവാ. പറഞ്ഞല്ലോ, വിഷമിക്കൊന്നും വേണ്ട. നീ മാത്രമേ ഇവിടെ എല്ലാവർക്കും ധൈര്യം പകർന്നു കൊടുക്കാനായിട്ടുള്ളൂ. ഇല്ലെങ്കില് ഞാൻ വിഷമിക്കില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്റെ വിഷമം ഞാൻ മറ്റുള്ളവരെ അറിയിക്കില്ല അങ്കിളെ എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ അലീനയുടെ കണ്ണിൽ നിന്ന് കുടുകൂടാ കണ്ണുനീര് വരുന്നുണ്ട് കേട്ടോ. ഗോവർദ്ധൻ അങ്ങ് പോവുകയും ചെയ്തു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബബിത ഇങ്ങനെ ഇരിക്കുകയാണ്. ഗോവർദ്ധൻ ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. മേളത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ കൃഷ്ണമോളും ഉണ്ട്. അങ്ങനെ നമ്മുടെ ബബിതേനെ കണ്ടതും ഗോവർദ്ധൻ ബബിതേനെ ഒന്ന് നോക്കി. അപ്പോഴത്തേക്കും ബബിത ഓടി വന്നിട്ട്, അതെ എന്താ അങ്കിളെ പ്രശ്നം? അതെ മോളൊന്നും അറിഞ്ഞില്ല ഇവിടെ നടന്നത്. രോഹിയേട്ടനെ പോലീസ് പിടിച്ചു. ഒരു വക്കീലിനെ വെച്ച് ജാമ്യത്തിൽ ഇറക്കിയാ പോരെ? ഓ, അതൊക്കെ നമുക്ക് നടക്കുമെന്ന് നോക്കാം. അല്ല, മോൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഞാൻ ഈ ലോകത്താ ജീവിക്കുന്നത്. അതെ, ഞങ്ങളോട് എന്താ ഒന്നും പറയാത്തത്? എല്ലാ അലീന മാത്രം അറിഞ്ഞാൽ മതിയോ? എല്ലാ അലീനയോടെ നിങ്ങൾ പറയത്തുള്ളോ? അപ്പൊ നമ്മൾ ഗോവർദ്ധനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം വീണ്ടും ബബിത പറഞ്ഞു, അവളാണോ ഞങ്ങളാണോ? ബാലചന്ദ്രന്റെ മകള് അതൊന്ന് പറഞ്ഞു തരാമോ? അതോ ഇനിയിപ്പം ഞങ്ങൾ ഇവിടുത്തെ ജോലിക്കാരാണോ? അല്ല, അങ്ങനെയാക്കാനാണോ ഇനി എല്ലാവരും കൂടെ തീരുമാനിച്ചിരിക്കുന്നത്? അവളോട് മാത്രം ഒരു ചർച്ചയും ഒരു ഗൂഢാലോചനയും ഒക്കെ ഞങ്ങൾക്ക് അവളുടെ അത്രയും സൗന്ദര്യം ഇല്ലാഞ്ഞിട്ടാണോ? എന്റെ പൊന്നു കൊച്ചെ, നീ അത് നിലത്തൊന്ന് നിൽക്ക്. സൗന്ദര്യം നാണം ഉണ്ടോടി? നിന്റെ അമ്മ 2 കാലൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുക, അറിയാലോ. അച്ഛനാണെങ്കിൽ എവിടെയാ ഇപ്പം? ഹോസ്പിറ്റലില്. അതേ ഹോസ്പിറ്റൽ ICUല്. അവിടെ അച്ഛൻ കിടക്കുന്നത് നീ അറിഞ്ഞില്ലേ? അതറിഞ്ഞായിരുന്നോ നീ? അതൊക്കെ അറിഞ്ഞല്ലോ. നിന്റെ ആങ്ങള ബലാത്സംഗ കേസിലെ പോലീസിന്റെ ഇടിയും മേടിച്ചിട്ട് നേരെ ലോക്കപ്പിൽ പോയി കിടപ്പുണ്ട്. ലോക്കപ്പിലാണോ അതോ ഇനിയിപ്പോ സെൻട്രൽ ജയിലിലേക്കാണോ? നാളെ ഈ വീട്ടിൽ നിന്ന് നീ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ നിന്നെ വാരി എറിയും കല്ല്. അതുകൊണ്ട് എന്റെ പൊന്നു വെച്ച അഹങ്കരിക്കാതെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കാൻ നോക്ക്. അതാ ഇപ്പൊ ചെയ്യേണ്ടത്. അല്ല, നിന്നോട് കുറെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതുവരെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ചെയ്യാൻ പറ്റുന്നവരോട് എന്തെങ്കിലുമൊക്കെ പറയും, അതനുസരിച്ച് പെരുമാറും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. ഇല്ലെങ്കിലേ പോകാം, നിനക്കും എങ്ങോട്ടേക്കും പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവർദ്ധനും പോയി. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അതെ നിനക്കിപ്പൊ എന്താ അറിയേണ്ടത്? എല്ലാം ഞാൻ പറഞ്ഞു തരാം. ഓ, ഇപ്പം നിനക്കാണല്ലേ ഇവിടത്തെ കുത്തൊക്കെ കിട്ടിയിരിക്കുന്നത്. ചിരിച്ചും കണ്ണു കാണിച്ചും നീ എല്ലാവരെയും മയക്കി വെച്ചിരിക്കല്ലേ? അതെ, അതുകൊണ്ടാ പറഞ്ഞത്. നിനക്ക് എന്താ അറിയേണ്ടത്? അതെല്ലാം ഞാൻ പറഞ്ഞു തരാം വ്യക്തമായിട്ട്. എന്നോട് ചോദിച്ചാൽ മതി. അങ്ങനെ നീ പറഞ്ഞിട്ട് എനിക്ക് ഒന്നും അറിയണ്ടടി, അതിന്റെ ആവശ്യം എനിക്കില്ല. ഓ, മറ്റുള്ളവർക്ക് നീ വലിയ ആളായിരിക്കും, വലിയ കേമിയായിരിക്കും. എനിക്ക് നീ വെറും പുല്ലാടി, പുല്ല്. എന്റെ തലമുടി 4ന്റെ വില പോലും ഇല്ലടി നിനക്ക്. നീ അത് മനസ്സിലാക്കിക്കോ. ഓ, പറഞ്ഞു തരാൻ ഒരാൾ വന്നിരിക്കുന്നു, പൊക്കോണോ എന്റെ മുമ്പിൽ നിന്ന് എന്ന് പറഞ്ഞ് ബബിത അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയം നമ്മുടെ കൃഷ്ണമോള് ഇതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കാം. അങ്ങനെ കൃഷ്ണമോളെ ചെന്ന് തോളത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അലീന പറഞ്ഞു, സാരമില്ല, പോട്ടെ, എന്ത് വേണേലും പറഞ്ഞോട്ടെ മോളെ, നമുക്കൊന്നും പറയാൻ പോകണ്ട, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങ് എന്താ പറയാ, ആ പ്രശ്നം അങ്ങ് ഒതുക്കി അങ്ങ് തീർക്കാണ്. വേണ്ട, ബബിതയ്ക്ക് ദേഷ്യം വരുന്നങ്ങ് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ. ഏതായാലും അലീനയും നേരെ പോയി കിച്ചണില്. നമ്മുടെ കൃഷ്ണമോളും ഇങ്ങനെ നിൽക്കുക. പാവം, ആ കുട്ടിയുടെ ഒരു അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ, കൊല്ലം പറമ്പിലെ കൈതക്കൽ മാളിക വീട്ടില് കല്ലേറും തെറിവിളിയുമായിട്ട് ആൾക്കാരെല്ലാം വീടിന് ചുറ്റും കൂടി.
അങ്ങനെ മതില് ചാടി ആരോ മതില് ചാടി അകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഗേറ്റ് തുറക്കാൻ പറ്റത്തില്ല, കുറെ നോക്കി. ഗേറ്റ് ആണെങ്കിൽ അത്രയ്ക്കും സേഫ് ആയിട്ടുള്ള ഒരു ഗേറ്റാ. അപ്പം ഇറങ്ങി വാടാ ഇങ്ങോട്ട്, എല്ലാത്തിനെയും തല്ലി കൊല്ലൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആൾക്കാര് വിളിച്ചു കൂവുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യാണ്. പീഡന കേസാണല്ലോ. ഈ ഒരു സമയത്ത് മനു അകത്ത് കയറിയിരിക്കാം. നമ്മുടെ കമല ഇത് കണ്ടു. കമല ഇത് കണ്ടിട്ട് ഓടി വന്ന് മനുവിനെ വിളിക്കുക, മനു വാതിൽ തുറക്ക്, മനു വാതിൽ തുറക്ക്. എവിടെന്ന് നമ്മുടെ മനു വാതിൽ തുറക്കുന്നുണ്ടോ? മനുവിന് പുറത്തിറങ്ങാൻ പറ്റുമോ? അതും പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ മാറി 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 നമ്മുടെ കമല വിളിച്ചോണ്ടും കൈകൊണ്ട് ഡോറിൽ അടിച്ചോണ്ടൊക്കെ ഇരിക്കുക. ലാസ്റ്റ് മനു തുറന്നിട്ട് എന്താ എന്ന് ചോദിച്ചു. അത് പിന്നെ ഗേറ്റിൽ ഭയങ്കര ബഹളം. എന്ത് ബഹളം? അതെ അറിയില്ല, കുറെ ആൾക്കാര് അടിച്ചു പൊളിക്കുക, ഗേറ്റൊക്കെ കല്ലൊക്കെ വലിച്ച് എറിയുന്നുണ്ട്. മോനെ ഒരു കാര്യം ചെയ്യും, നീ അങ്ങോട്ട് നിന്ന് ചെല്ല്, എന്നിട്ട് എല്ലാവരെയും പറഞ്ഞു വിട. ഓ, ഇളയ മകനില്ലേ ഹരി, അമ്മ വളം വെച്ചു കൊടുത്ത് വലിയ ആളാക്കിയ ഹരി, അവനെ തേടി വന്നതാ പൂമാല ഇട്ട് കൊടുക്കാനും പൂച്ചണ്ട് കൊടുക്കാനും. അത് ഞാൻ ചെന്ന് സ്വീകരിക്കണോ? എടാ മോനെ, നീ അങ്ങനെയൊന്നും പറയാതെ നീ അങ്ങോട്ടൊന്ന് ചെല്ല് പ്ലീസ് ഡാ, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചു പറ. ഇപ്പൊ അവരെല്ലാം അടിച്ച് തകർക്കും, അടിച്ചു പൊളിച്ച് ഇങ്ങോട്ട് കയറി വരും. ഈ വീടിന്റെ ജനലൊക്കെ പൊട്ടിക്കും. നീ ഒന്ന് വിളിച്ചു പറ എന്ന് പറയുന്നുണ്ട്. എന്നാലും ഗേറ്റ് അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ട് ഇവർക്ക് ഗേറ്റ് പൊളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് കേട്ടോ. കാരണം കുറെ ഇവര് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇവർക്ക് മതിലിന്റെ അവിടെ കയറി നിന്ന് കുറെ പേര് ഇങ്ങനെ നാണമില്ലടാ പെങ്കൊച്ചിനെ പേടിപ്പിച്ചിട്ട് കയറി ഇരിക്കുവാണോടാ വീട്ടുകാര്, എന്താ ഈ കാണിക്കുന്നത്, ഇറങ്ങി വരാനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാര് നിന്ന് വീണ്ടും കൂവൊക്കെ ചെയ്യുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മനു മേളിൽ വന്നപ്പോഴത്തേക്കും മനു ഇതെല്ലാം കണ്ടുട്ടോ. അതായത് മേളിത്തെ നിലയിലെ ബാൽക്കണിയിൽ വന്നു. അപ്പം ഇവന്മാരും ഇതെല്ലാം കാണുന്നുണ്ട്. മനു അവിടെ കൈകെട്ടി നോക്കി നിൽക്കുകയാണ്. ഇങ്ങോട്ട് നോക്കി നിൽക്കാതെ ഇറങ്ങി വാടാ, നാണമില്ലാടാ നിനക്കൊക്കെ, ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചിട്ട് നിന്റെ അനിയനെയൊക്കെ രക്ഷിക്കാൻ നോക്കുവാണോടാ, എന്തുവാടാ ഈ കാണിക്കുന്നത്, നീയൊക്കെ മനുഷ്യരാണോടാ, നിനക്കൊക്കെ അമ്മയും പെങ്ങന്മാരെ തിരിച്ചറിയത്തില്ലേ, ഞങ്ങൾ തിരിച്ചറിയിപ്പിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാര് വീണ്ടും കിടന്ന് ഭയങ്കര ശബ്ദത്തിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കമലറ്റൊക്കെ ഇത് കണ്ടിട്ട് അവിടെ സമാധാനം കിട്ടുന്നില്ല. നീയൊക്കെ കൂടി അല്ലേടി ആ മകനെ വളർത്തി വഷളാക്കിയത്, ഇങ്ങോട്ട് ഇറങ്ങി വാടാ, പണം ഉണ്ടെങ്കിൽ എന്ത് നേടാന്നാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയുക. ഏറ്റവും ലാസ്റ്റ് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മനു പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കാതെ അകത്തേക്ക് കയറിപ്പോ, ഇവിടെ ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കമല നേരെ അകത്തേക്ക് കയറി പോവാണ്. ഇതിനിടയിൽ നമ്മുടെ മനു പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നിമിഷം തന്നെ പോലീസ് വന്നു. പോലീസ് വന്ന ഉടനെ തന്നെ ചോദിച്ചു, എന്താണ് ഇവിടെ കാര്യം? അത് പിന്നെ സാറിന് അറിയത്തില്ലേ, ഇവിടെ ബലാത്സംഗം ചെയ്ത കുടുംബമാ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ, ബലാത്സംഗം ചെയ്ത ആളെ ലോക്കപ്പിലുണ്ട്. നിനക്കൊക്കെ എന്താ വേണ്ടത്? അതെ, നീയൊക്കെ എന്താ ഇവിടെ ഉള്ള എല്ലാവരും ഇപ്പൊ നന്നാക്കി കളയോ? മര്യാദയ്ക്ക് വീടിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക്കണം. ബലാത്സംഗം ചെയ്തവനെ നോക്കുന്നതെങ്കിൽ ബലാത്സംഗം ചെയ്തവന്റെ അടുത്തേക്കാ ചെല്ലേണ്ടത്, അല്ലാതെ അവരുടെ കുടുംബക്കാരുടെ അടുത്തേക്കല്ല ചെയ്യേണ്ടത്. കുറെ സജാധാര പോലീസ് വന്നിരിക്കുന്നു. നേരെ ചൊവ്വേ കാര്യം സംസാരിക്കാൻ ഒരുത്തനും നട്ടലില്ല. എന്നിട്ട് വീട് ചുറ്റി കല്ലെറിയുന്നു. എന്തൊക്കെയാ ഇത് എന്ന്. ഏതായാലും ഈ ഒരു സമയത്ത് അവന്മാരെല്ലാരും കൂടെ ഓടിപ്പോയി കേട്ടോ. നമ്മുടെ പോലീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് പോയി കഴിഞ്ഞപ്പോ മനു അകത്തേക്ക് വന്നപ്പോ കമൽ ചോദിച്ചു, അല്ല എല്ലാവരും പോയോ? ഇപ്പം ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഒരു പോലീസ് ജീപ്പ് കണ്ടപ്പം അവരെല്ലാം വരണ്ടോടി. നാട്ടുകാർ കൂടി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യും മനു? നമ്മൾ ഇങ്ങനെ വീടടച്ചു പൂട്ടി ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കും, അതാ ഉണ്ടാകാൻ പോകുന്നത്. എടാ മോനെ, ഹരിയുടെ കാര്യം അന്വേഷിക്കണ്ടേടാ. അത് പോലീസ് വേണ്ട പോലെ അന്വേഷിക്കുന്നുണ്ടമ്മേ, അത് അന്വേഷിച്ചോളും. നമ്മൾ ആരെങ്കിലും പോയി കാണണ്ടേ പോലീസുകാരെ, വിവരങ്ങളൊക്കെ അറിയണ്ടേ? ഇല്ലെങ്കിൽ ഹരി ആരും ഇല്ലാത്തവരാണെന്ന് വിചാരിച്ച് ആ പോലീസുകാരെ അവനെ തല്ലിച്ചതക്കില്ലേ? തുടങ്ങിയിട്ടുണ്ട്. ഹരി എല്ലാവരും ഉള്ളവനാണെന്ന് പോലീസിന് നന്നായിട്ട് അറിയാം. അവന്റെ അച്ഛൻ ശിവശങ്കര മേനോൻ ഗൾഫിൽ പോയി പണിയെടുത്ത് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടെന്നും അറിയാം. ഒന്നും അറിയത്തില്ലാത്ത പൊട്ടന്മാരൊന്നും അല്ല പോലീസുകാര്, അതാദ്യം അമ്മ മനസ്സിലാക്ക്. പോലീസിന് കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് ഹരിയെ ഒരുപാട് തല്ലി ചതക്കില്ലേ എന്ന് പറയാലോ. അവന്റെ ദേഹം മുഴുവൻ തല്ലി ചതയ്ക്കും. അവന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി സബ് ജയിലിൽ ചെല്ലുമ്പോൾ ബാക്കിയുള്ളതും കൂടി കിട്ടിക്കോളും. പോലീസ് ഇടിച്ചില്ലെങ്കിൽ അവിടുത്തെ സെല്ലി കിടക്കുന്ന വേറെ തടവുകാരില്ലേ, അവര് ശരിക്കും പിടിച്ചങ്ങ് പൂശി ചൂണ്ടാമ്പ് തേച്ചങ്ങ് വിടും. ഇവന്മാര് 4 പേരും കൂടി ഒരു പെങ്കൊച്ചിനെ പിച്ച് ചീന്തിയിട്ടാ പോയിരിക്കുന്നത് അങ്ങോട്ട്, അറിയാലോ. അല്ലാതെ പൂ പറിച്ചോണ്ട് പോയതല്ല. നീ എന്നെ സമാധാനിപ്പിക്കുന്നതിന് പകരം ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുവാണോ? അമ്മ പേടിക്കണം, അമ്മയാണ് പേടിക്കേണ്ടയാള്. അമ്മയ്ക്ക് ഒരു പേടിയും ഇല്ലായിരുന്നല്ലോ ഇളയ മോനെ കുറിച്ച് ഓർക്കുമ്പോ. അവന്റെ കാര്യം പറയുമ്പോ എന്നെ കടിച്ചു കീറാൻ വരുമായിരുന്നല്ലോ. അവനങ്ങോട്ട് വളം വെച്ചു കൊടുത്തു. ഇനിയിപ്പോ കുറച്ചു നാള് പേടിച്ച് ജീവിക്കും. അത് പിന്നെ ഹരി ഒറ്റയ്ക്കല്ലല്ലോ, ബാലേന്ദ്രന്റെ മോനും കൂടെ ഉണ്ടല്ലോ.
അത് വലിയൊരു ആശ്വാസം അല്ലേ, അത് വലിയൊരു ക്രെഡിറ്റ് അല്ലേ. ഏഹ് എന്താ എന്റെ പൊന്നമ്മ ഇത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും അലീനയല്ലേ ഇതിനൊക്കെ കാരണം? സത്യം പറ, ഇതിനൊക്കെ കാരണം അലീനയല്ലേ? സംശയം എന്താ, അലീന തന്നെ. നിനക്ക് ഇപ്പോഴേലും മനസ്സിലായല്ലോ അലീനയാണെന്ന്. അവൾ ഒറ്റയൊരുത്തിയ സർവനാശം ഉണ്ടാക്കിയത്. ഉം രണ്ട് കുടുംബം അവൾ നശിപ്പിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ മനു ഒന്ന് ചിരിക്കുവാണ് കേട്ടോ. മനു ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, സമ്മതിച്ചു തന്നിരിക്കുന്നു. ദേ, ഈ ജന്മത്ത് നന്നാവത്തില്ല. ഈശ്വരൻ വിചാരിച്ചാലും രക്ഷയില്ല, നന്നാവത്തില്ല. തലയ്ക്കകത്തെ വൈറസ്. ഭയങ്കര ഭീകരമായ വൈറസ്. അതിങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. ഈ സമയത്ത് മുത്തശ്ശി മനു എന്നും പറഞ്ഞ് അകത്ത് കിടന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കമല ചെല്ല് എന്ന് ഇങ്ങനെ തല കുലുക്കി പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് മനു ചെല്ലുക. മുത്തശ്ശി പകുതി കാര്യങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെയോ കേട്ട് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്നും മനസ്സിലാവുന്നുമില്ല. പക്ഷെ വെളിയിൽ പോലീസ് ഉണ്ട്, അതുപോലെ തന്നെ ആൾക്കാർ കല്ലെറിയുന്നുണ്ട്, എന്തൊക്കെയോ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട്. മനു വന്നിട്ട് ചോദിച്ചു, എന്താ കാപ്പിയും ചായയും എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. ഇവിടെ എന്തൊക്കെയാ മോനോ നടക്കുന്നത്? ഒരുത്തൻ കുറച്ചു മുമ്പ് മതിലെ കയറി തെറി വിളിക്കുന്നത് കേട്ടു. എന്നാത്തിനാണ് ഇങ്ങനെ തെറിയൊക്കെ വിളിക്കുന്നത്? ആരും അതൊന്നും കണ്ടില്ലേ? ദേ, ഗേറ്റിൽ അടിക്കുന്ന ഒച്ചയും കേട്ടല്ലോ. ഇതെല്ലാം ഞാൻ കേൾക്കണുണ്ടായിരുന്നു, നിങ്ങൾ ആരും കേൾക്കണില്ലായിരുന്നോ? അപ്പൊ നമ്മുടെ മനു അവിടെ അങ്ങ് ഇരുന്നിട്ട് മുത്തശ്ശിയുടെ കയ്യിലങ്ങ് പിടിച്ചു. മുത്തശ്ശി, ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയോ? എന്തനിഷ്ടമാ മോനെ? ദേ, ഇവിടെ വെച്ച് എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തില് ഫുള്ള് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇത് മറച്ചു വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ മുത്തശ്ശി ഇത് അറിയാൻ പോവാ. അറിയും, അതുറപ്പാ. ഞാന് പറയാൻ പോവാ. അല്ല, എന്നതാ മോനെ ഉണ്ടായത്? എന്താ അനിഷ്ടം? അത് വേറൊന്നുമല്ല, നമ്മുടെ ഹരി ഇല്ലേ, ഹരി. അവൻ ഒരു പെങ്കൊച്ചുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. അവനെ ഇഷ്ടപ്പെടാൻ ഒരു പെണ്ണുണ്ടായോ? ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് സത്യസന്ധരയല്ല അമ്മ വേണ്ടത്, കുറച്ച് ഊടായ്പുള്ള തല്ലിപ്പുലി കലിപ്പമാരെയാ വേണ്ടത്. അങ്ങനെ ആ പെങ്കൊച്ചും നമ്മുടെ ഹരി അങ്ങോട്ട് പ്രേമിച്ചു. പിന്നെ ഹരി അതിന് പറ്റിയൊരുത്തരാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാല് വലിയ പ്രശ്നമാണ്. അവൻ ആ പെങ്കൊച്ചിനെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് മേലുകാവിലെ ആരും താമസിക്കാത്തൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്താ എന്താ മോനെ ഞാൻ ഈ കേൾക്കുന്നത്? അതെ അതെ, സത്യ. എന്നിട്ട് എന്താ ഉണ്ടായത്? എന്നിട്ട് ബെഡേയും ഇല്ല, ഒരു മണ്ണേങ്കട്ടയും ഇല്ല. എന്ത് ചെയ്യാനാ? അവന്റെ 3-4 കൂട്ടുകാരുണ്ടായിരുന്നു. ആ കൂട്ടുകാരും കൂടെ ചേർന്ന്, ഹരിയും ചേർന്ന് ആ പെങ്കൊച്ചിനെ ബലാത്സംഗം ചെയ്തു. ആ പെങ്കൊച്ചിനെ കോളയിൽ എന്തൊക്കെയോ കലർത്തി എന്തൊക്കെയോ കൊടുത്തു. ആ പെങ്കൊച്ചിപ്പം താലൂക്ക് ഹോസ്പിറ്റലിൽ കിടക്കുക. ഹരിയും കൂടെ ഉണ്ടായിരുന്ന 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യോ മോനെ, എനിക്കിത് കേട്ടിട്ടാകെ പേടിയാവുകയാണല്ലോടാ, മേലൊക്കെ വിറയ്ക്കുന്നു. എന്നിട്ട് എന്താ മോനെ ഇതൊക്കെ? എന്നാ ഇതൊക്കെ സംഭവിച്ചത്? ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ മോനെ. ഇത് സംഭവിച്ചിട്ട് ഒത്തിരി ദിവസമൊന്നും ആയില്ല. ഇത് ഇന്നലെയാ മുത്തശ്ശി സംഭവിച്ചത്. ഇന്നലെ രാവിലെ വെളുപ്പിന് ഹരി കൂട്ടുകാരന്റെ വീട്ടിൽ പോയായിരുന്നേ. അവന്റെ പേര് നരൻ. പിന്നെ വേറൊരുത്തനുമുണ്ട്. അർജന്റുമായിട്ട് അങ്ങോട്ട് വിളിച്ചെന്ന് പറഞ്ഞു പോയതാ. അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് ഉണ്ടായിരുന്നു. മറ്റവനെ ആദ്യം പോലീസ് പിടികൂടിയിട്ട് ഹരിനെ വിളിപ്പിച്ചതാണ്. അങ്ങനെയാണ് ഹരിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. മോനെ, ഇതൊക്കെ ചതിയല്ലേടാ മോനെ. ഹരി അതറിയാതെ പോലീസിന്റെ വായിലേക്ക് ചെന്ന് വീണു. അയ്യോ, കൊടും ചതി. അപ്പം ഹരിയെ പോലീസ് പിടിക്കണ്ടായിരുന്നു എന്നാണോ മുത്തശ്ശി പറയുന്നത്? അല്ല മോനെ, അത് അവൻ നമ്മുടെ ചെറുക്കനല്ലേ. ഓഹോ, അപ്പം മുത്തശ്ശിയും അങ്ങനെ തന്നെയാണല്ലേ കരുതുന്നത്? കൊള്ളാം, എല്ലാവരും കൊള്ളാം. മുത്തശ്ശിയുടെ ന്യായം അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. ദേ, എന്നാ വേറൊന്നുകൂടെ കേട്ടോ, അതുകൂടെ ഞാൻ പറയാം. വൈജി ആന്റിയുടെ മകനുണ്ടല്ലോ, നമ്മുടെ രോഹിത്തും ഈ കേസിലെ ഒരു പ്രതി തന്നെയാ. ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിയുടെ അണ്ണാക്കി പിരിവെട്ടിപ്പോയിട്ടോ. ഒന്നും പറയാൻ പറ്റുന്നില്ല മുത്തശ്ശിക്ക്. എന്റെ ജഗദീശ്വര, ഞാൻ എന്തൊക്കെ കാണണം ഈ വയസ്സാങ്കാലത്ത്, എന്തൊക്കെ കേൾക്കണം. എനിക്ക് വയ്യ മോനെ. എന്താ ഞാൻ ഈ കേൾക്കുന്നത്? ഇതൊക്കെ സത്യമാണോ അതോ സ്വപ്നമാണോ? ഇത് സ്വപ്നമല്ല, ഇത് സത്യം തന്നെയാ. അവനും ഹരിയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് പിന്നെ മനു, അത് വൈജ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ചിലപ്പോ അറിഞ്ഞേക്കാം. എന്തായാലും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ അറിയും. അറിയാതിരിക്കുവോ? നാളത്തെ സകല പത്രത്തിലും ഫ്രണ്ട് പേജിൽ അച്ചടിച്ചു വരും വാർത്തയും 4 പ്രതികളുടെ ഫോട്ടോയും എല്ലാം. അപ്പൊ പിന്നെ അറിയില്ലേ, പെൺകുട്ടിയെ പീഡിപ്പിച്ച 4 സംഘം ആൾക്കാര്. 1-ാം പ്രതി കൈതയ്ക്കൽ മാളിക വീട്ടിലെ ഹരിശങ്കർ, 2-ാം പ്രതി നെടുമ്പുരയ്ക്കൽ
ദേ ബാലചന്ദ്രന്റെ മകൻ രോഹിത്ത്. വേണ്ട, എനിക്ക് കേക്കണ്ട, എനിക്ക് കേക്കണ്ട മോനെ, എനിക്ക് കേക്കണ്ട. കേക്കാതെ പറ്റത്തില്ലല്ലോ മുത്തശ്ശി, ഇതെല്ലാം കേട്ടല്ലേ പറ്റൂ. അയ്യോ, വൈജ വൈജയന്തിക്ക് ഇത് സഹിക്കാൻ പറ്റുമോ? ബാലചന്ദ്രന് ഇത് സഹിക്കാൻ പറ്റുമോ? സഹിച്ചേ പറ്റൂ. ഭർത്താവിനെയും ആങ്ങളമാരെയും അമ്മയും വെല്ലുവിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ചാടുമ്പം ഓർക്കണം, ഇങ്ങനത്തെ തിരിച്ചടികളൊക്കെ ഉണ്ടാകുമെന്ന്. ഓ, എനിക്ക് വയ്യ മോനെ, എനിക്ക് വയ്യ. ദേ, ഞാൻ ഇനി എന്താ മോനെ ചെയ്യേണ്ടത്? അയ്യോ, എനിക്ക് ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റണില്ലാത്ത ഒരവസ്ഥയാ. അയ്യോ, അവള് എന്നാ പഴിച്ചിട്ടാ മോനെ? ബാലേന്ദ്രനല്ലേ ദേ തോന്നിവാസമൊക്കെ ഇപ്പൊ നടത്തുന്നത്? കണ്ട പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചോണ്ട് വന്നതും മകളാണെന്നും പറഞ്ഞ് ഒരുത്തിനെ വിളിച്ചോണ്ട് വന്നതും ഒക്കെ അത് ബാലചന്ദ്രനല്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ മനുവിന് കലി വരുന്നുട്ടോ ഇതൊക്കെ കേട്ട് കഴിയുമ്പം. അങ്ങനെ നമ്മുടെ മനു ചോദിക്കുകയാണ്, അല്ല മുത്തശ്ശിയുടെ മകള് ഒന്ന് പിഴച്ചില്ലേന്ന്. ഇത് കേട്ടത് നമ്മുടെ മനുവിനെ മുത്തശ്ശി ഒരു നോട്ടം നോക്കുന്നുണ്ട്. അങ്ങനെ മനു പറഞ്ഞു, ആഗ്രയില് പോയി താമസിച്ച കാലത്ത് ഒരുത്തന്റെ സമ്മാനം കിട്ടി ഗർഭിണിയായത് മുത്തശ്ശി മറന്നുപോയോ? നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാവുണ്ണി അമ്മാവനും മുത്തശ്ശനും കൂടി ആന്റിയുടെ രഹസ്യ പ്രസവം നടത്തിയതും ഇതെല്ലാം എനിക്ക് നന്നായിട്ടറിയാം. ആ കുഞ്ഞിനെ വല്ലയിടത്തും കൊണ്ടുപോയി എറിഞ്ഞിട്ട് ചത്തുപോയെന്ന് കള്ളം പറഞ്ഞില്ലേ? പച്ചക്കള്ളം അങ്ങനെ വരുത്തി തീർത്തില്ലേ? ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി കരയുവാണ് കേട്ടോ. ഭയങ്കര കരച്ചില്. മനുവിന് വരപ്പം ഇതൊക്കെ അറിയാം എന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവുക. അതെ, ഇനി പറ, വൈജയാന്റി സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളോ? പറ മുത്തശ്ശി പറ. അത് പിന്നെ മോനെ ഞാൻ എന്തു പറയാനാ? എന്തായാലും എന്നോട് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചാല് മുത്തശ്ശി, ദേ നിങ്ങളൊക്കെ ചെയ്തതിന്റെ ഫലമാണ് അടുത്ത തലമുറ അനുഭവിക്കുന്നത്. അതങ്ങനെ ഉണ്ടാവത്തുള്ളൂ. അത് ഓർത്തോ. ഏത് കർമ്മത്തിനും അതിൻ്റെതായ പ്രതിഫലം കിട്ടിയിരിക്കും. അത് സൽക്കർമ്മമാണെങ്കിലും ദുർക്കർമ്മമാണെങ്കിലും ചിലപ്പോൾ തലമുറകൾ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ഫലങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ അനുഭവിക്കുന്നത്? അനുഭവിച്ച് തീർന്നുകൊണ്ടിരിക്കല്ലേ. ഒരു കുടുംബത്തിലെ 2 പേര് ബലാത്സംഗ കേസിലെ പ്രതി. മോനെ, ഇനി എന്താ മോനെ ചെയ്യേണ്ടത്? ഇതിനൊരു മാർഗമില്ലേ? ശിവനെയും രാജീവിനെയും വിവരം അറിയിക്കണ്ടേ? അവരോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ? അവര് വിവരം അറിഞ്ഞോ? അമ്മ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നാ പറയുന്നത്. അച്ഛനെന്തോ യാത്രയില്ല. ഞാനും വിളിച്ചു നോക്കി, ഫോൺ എടുത്തില്ല. ഓഫീസിൽ വിളിച്ചപ്പോ കമ്പനി കാര്യത്തില് സൗദിയിലേക്ക് പോയെന്നാ പറഞ്ഞത്. ഏതായാലും ഒന്നും കൂടി ഞാനൊന്ന് വിളിച്ചു നോക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി മനുവിന്റെ കൈ പിടിച്ചിട്ട് കരയുക. അപ്പോഴത്തേക്കും മനു പറഞ്ഞു, വേണ്ട, കരയൊന്നും വേണ്ട, മുത്തശ്ശി സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മനു ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഏതായാലും ഏകദേശം ഈ ഒരു സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.